സാമ്പത്തിക ഞെരുക്കം ഉൾപ്പെടെ അടിസ്ഥാന വിഷയങ്ങൾ മറികടക്കാൻ പ്രഖ്യാപനങ്ങളില്ലാതെ കേന്ദ്ര ബജറ്റ്. തലക്കെട്ടുകൾക്കുള്ള ബജറ്റ് എന്ന വിമർശനം. കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിലയോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ പര്യാപ്തമല്ല ബജറ്റെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷേ ബജറ്റ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എന്ന് വേണം പറയാൻ, അല്ലേ സിബി? എന്തായാലും കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുമെന്ന ഒരു കാര്യം അത് നടപ്പാക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. കേരളം എന്ന വാക്ക് ഒരിടത്തു പോലും പരാമർശിക്കാൻ അല്ലെങ്കിൽ പരാമർശിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു ബജറ്റ് അവതരണമായി മാറിയിരുന്നു ഇന്നലെ ആ ബജറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒക്കെയും അവഗണിക്കുന്ന തരത്തിൽ മുൻപോട്ട് പോകുന്നു. ബീഹാറിന് കൂടുതൽ കാര്യങ്ങൾ വാരിക്കോരി നൽകുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയുള്ള നീക്കമാണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അല്ലേ? തീർച്ചയായും ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ബജറ്റിലും സമ്പൂർണ്ണമായ ഒരു അവഗണന കേരളം നേരിട്ടു എന്ന് തന്നെ നമുക്കതിനെ പറയാം. കാരണം മുൻപുള്ള ബജറ്റുകളെല്ലാം തന്നെ ഉണ്ടായ അനുഭവം ഇത്തവണയും അത് ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി ഓരോ പദ്ധതികളും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ബജറ്റിലുണ്ടായി. കേരളം നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ നിരവധി കാര്യങ്ങൾ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അടക്കം ആവശ്യപ്പെട്ടിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു വയനാട് ദുരന്തത്തിൻ്റെ പ്രത്യേകമായ ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ കേരളം ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൻ്റെ ഒരു വികസന പദ്ധതിക്കും ഒരു തുടർ വികസനത്തിലുള്ള ഒരു രൂപ പോലും നൽകാത്ത ഒരു ബജറ്റായി മാറി. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അവഗണിക്കുന്ന ഒരു ബജറ്റായിരുന്നു ഇന്നലെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ചില ഗിമ്മിക്സുകൾ കാട്ടിക്കൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ഒരു വാർത്താ തലക്കെട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ ചില ആദായ നികുതിയിൽ ഇളവ് നൽകിക്കൊണ്ടല്ലാതിൻ്റെയും ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ചില ഗിമ്മിക്സുകൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതും ഈ ഒരു ദില്ലി ഇലക്ഷൻ്റെ അല്ലെങ്കിൽ ദില്ലി തെരഞ്ഞെടുപ്പാണ് 5-ം തീയതി. ആ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മിഡിൽ ക്ലാസ് വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മോദി സർക്കാരിൻ്റെ ഈ ഒരു പ്രഖ്യാപനവും. അതും വെറും രാജ്യത്ത് 2% ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന ഒരു പ്രഖ്യാപനം മാത്രമായി അത് ഒതുങ്ങുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ന് രാജ്യം നേരിടുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഈ സാമ്പത്തിക സർവേ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 6.4% നമ്മുടെ സാമ്പത്തിക വളർച്ച കൂപ്പുകുത്തും എന്ന് തന്നെയാണ്. അടുത്ത 2026 ആയാലും 6.3% മുതൽ 6.8% മാത്രമേ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, മോദി സർക്കാർ എപ്പോഴും പറയുന്നത് 2047 വികസിത ഇന്ത്യയാക്കി മാറ്റുമെന്നുള്ളതാണ്. അങ്ങനെ വികസിത ഇന്ത്യയാക്കി മാറ്റണമെങ്കിൽ ഈ സാമ്പത്തിക വളർച്ച ഒരു 15% എത്തണം. പക്ഷേ അതിൻ്റെ അല്പം പോലും ഒരു 7% പോലും എത്താത്ത രീതിയിലേക്ക് സാമ്പത്തികമായ ഘടന മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിനെല്ലാം തന്നെയും നിരാശപ്പെടുത്തുന്ന, യാതൊരുവിധ ചലനവും ഉണ്ടാക്കാത്ത, എന്തെങ്കിലും ഊർജ്ജം നൽകുന്ന ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്ന ഒന്നും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യത്തിൽ നോക്കുമ്പോൾ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്തവണയും വാരിക്കോരി കൈനിറയെ നൽകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ വർഷം ബീഹാറിൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില വാഗ്ദാനങ്ങൾ ബീഹാറിന് അവിടെ നൽകിയിട്ടുണ്ട്. ബീഹാറിന് 6ഓളം പുതിയ പദ്ധതികൾ ബജറ്റിൽ ബീഹാറിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ IIT അടക്കമുള്ള വിപുലീകരണം, ഗ്രീൻ വിമാനത്താവളം, അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്നു. ആന്ധ്രയ്ക്ക് നേരത്തെ തന്നെ നരേന്ദ്രമോദി ആന്ധ്ര സംസ്ഥാനത്ത് വിവിധ റാലികളിൽ പങ്കെടുത്തുകൊണ്ട് ആന്ധ്രയ്ക്ക് നേരത്തെ തന്നെ ബജറ്റിന് പുറത്ത് തന്നെ നിരവധി ആനുകൂല്യങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ബജറ്റിലും ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കേവല ഭൂരിപക്ഷമില്ല, കൂട്ടുകെട്ട് കക്ഷിയാണ് ഭരിക്കുന്നത്. സ്വാഭാവികമായി നിതീഷ് കുമാറിൻ്റെ JDU-നെയും ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP എല്ലാം തന്നെയും പ്രീതിപ്പെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ബീഹാറിനും ആന്ധ്രയ്ക്കും കഴിഞ്ഞ വർഷവും വാരിക്കോരി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഈ വർഷവും ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. നമുക്കറിയാം, ഇന്നലെ കേന്ദ്രമന്ത്രി, കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമെല്ലാതിനെയും ചൂണ്ടിക്കാട്ടിയത്, നിങ്ങൾ കേരളത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളം പിന്നോക്കാവസ്ഥയിലാണെന്ന് പ്രഖ്യാപിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം എന്നൊരു വിചിത്രമായ മറുപടി കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നിർഭാഗ്യവശാൽ ഉണ്ടായി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. മറ്റുള്ള സംസ്ഥാനം വെച്ച് നോക്കുമ്പോൾ കേരളം ഏറ്റവും മുന്നോക്കാവസ്ഥയിലാണ്. വിദ്യാഭ്യാസ, അതോടൊപ്പം തന്നെ
തന്നെ ബാക്കി ആരോഗ്യ മേഖലയെല്ലാം നോക്കുമ്പോൾ കേരളം മുന്നോക്കാവസ്ഥയിലാണെന്നും കേന്ദ്രമന്ത്രി പറയുന്നു. അതുകൊണ്ടാണ് സഹായം ലഭിക്കാത്തെന്ന രീതിയിലുള്ള വിചിത്രമായ വാദം കൂടി അല്ലെങ്കിൽ മറുപടി കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതും ഏറെ നിർഭാഗ്യകരമാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ ഉള്ളപ്പോൾ ഈ തവണയെങ്കിലും കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനും ഫലമുണ്ടായില്ല. എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചിരകാല ആവശ്യമാണ്, പതിറ്റാണ്ടുകളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി എല്ലാ പ്രക്രിയകളും പൂർത്തിയായി കഴിഞ്ഞു, സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോഴും എയിംസ് ഇത്തവണയും പ്രഖ്യാപിച്ചില്ല. ഇതിനെല്ലാം തന്നെയും ആരോഗ്യ മേഖലയിൽ കേരളം കൂടുതൽ മുന്നോട്ട് പോയി എന്നുള്ളൊരു വിചിത്രമായ കാരണം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ഏത് രീതി എടുത്തു, ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എല്ലാം തന്നെയും ഏറ്റവും കൂടുതൽ കരുത്തോടെ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും 1 രൂപ പോലും നീക്കിവെക്കാൻ വേണ്ടി ഈ ഒരു ബജറ്റിൽ ഇത്തരത്തിൽ ഇടം പിടിച്ചില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും നമ്മുടെ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയും പട്ടിണിയും വേതനവും എല്ലാം തന്നെയും മറികടക്കാനുള്ള ഒരു സംഗതി പോലും ഈ ഒരു ബജറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ CPI പോളിറ്റ് ബ്യൂറോ അടക്കമെല്ലാം തന്നെയും ഈ ബജറ്റിലൂടെ കേന്ദ്രം ഇന്ത്യയിലെ ജനങ്ങളെ അതിക്രൂരമായി വഞ്ചിച്ചു എന്നാണ് CPI പോളിറ്റ് ബ്യൂറോ ഇന്നലെ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് സമ്പദ് വ്യവസ്ഥയുടെ പല മേഖലകളും പ്രത്യേകിച്ച് ഇന്ന് അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മയും വേതനത്തിലുള്ള കുറവും ഇതെല്ലാം തന്നെ ജനങ്ങളെ വലയ്ക്കുകയാണ്. ഇതിൽ നിന്നും കരകയറ്റുന്ന ഒന്നും ബജറ്റിലില്ല എന്നും മോദി സർക്കാർ കൂടുതൽ വരയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും CPI പോളിറ്റ് ബ്യൂറോ ഇന്നലെ ഇത്തരത്തിൽ പറയുകയും ചെയ്തു. മാത്രമല്ല വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും സമ്പന്നർക്കും നികുതി ചുമത്തി വിഭവ സമാഹരണത്തിനും തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട നരേന്ദ്രമോദി സർക്കാർ പക്ഷേ അവരെ സഹായിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുന്നു. കൂടുതൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇൻഷുറൻസ് പോലും ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുപോലും വിദേശ നിക്ഷേപം നടത്തുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ പൂർണ്ണമായും ഒരു സാമ്പത്തിക വളർച്ചയെ വീണ്ടും മുരടിപ്പിക്കുകയും സാധാരണക്കാരുടെ ജീവിതം വീണ്ടും ദുരിതമാകുന്ന രീതിയിലേക്കുള്ളൊരു ബജറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കർഷകർ, സ്ത്രീകളെല്ലാം തന്നെയും എടുത്തു നോക്കുമ്പോൾ കർഷകരെ നമുക്കറിയാം മിനിമം വേതനം അടക്കമല്ല അതിനെയും കർഷകർ നിരവധി വർഷങ്ങളായി സമരമോത്താണ്. പക്ഷേ അവരെ ഇപ്പോഴും അവഗണിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖല എടുത്തു നോക്കിയാലും ഈ ഒരു ബജറ്റ് പൂർണ്ണമായും അവഗണിക്കുന്ന ബജറ്റാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരാവശ്യം പോലും ചിരകാല ആവശ്യമായി എയിംസ് അടക്കമുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പാക്കേജ് അടക്കം വയനാട് ദുരന്തമടക്കം ഒരാവശ്യം പോലും പ്രഖ്യാപിച്ചില്ല. ഈ വയനാട് ദുരന്തം തന്നെ പറയുമ്പോൾ ഇന്നലെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ദുരന്ത പാക്കേജുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കാറില്ല എന്നുള്ള ഒരു വിചിത്രമായ മറുപടി പറഞ്ഞു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും വെള്ളപ്പൊക്ക ദുരിതാശ്വാസമായി 1100 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ കേരളത്തിന് ദുരന്തമുണ്ടാകുമ്പോൾ അത് ബജറ്റിൽ പ്രഖ്യാപിക്കാറില്ല എന്നുള്ള മറുപടിയാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഒരു കേരളത്തിലുള്ള മന്ത്രി അല്ലെങ്കിൽ പോലും മലയാളിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചത്. അങ്ങനെ എല്ലാം നിലയും സമ്പൂർണ്ണമായും കേരളത്തെ തഴഞ്ഞ നിരാശാജനകമായ ഒരു ബജറ്റാണ് ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകും. ഇന്നലെ തന്നെ പാർലമെൻറ്റ് നമുക്കറിയാം ഇനിയിപ്പോൾ പാർലമെൻറ്റ് വരും ദിവസവും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ബജറ്റ് അവതരണം ആരംഭിക്കുമ്പോൾ തന്നെ കുംഭമേളയിലെ അപകടം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിപക്ഷ പ്രതിഷേധം മറികടന്നാണ് അല്ലെങ്കിൽ അതിനെ വകവയ്ക്കാതെയാണ് ധനമന്ത്രി ഈ ബജറ്റ് അവതരണം തുടങ്ങിയത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ തിങ്കളാഴ്ച എല്ലാം തന്നെയും ഈ ബജറ്റിന്മേലെല്ലാം തന്നെയും ചർച്ച നടക്കും. രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ ചർച്ച നടക്കും. ഇപ്പോഴെല്ലാം തന്നെയും സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാവ്യ.